നമ്മുടെ ഈ ഒരു സ്പോഞ്ചിൽ മഷി ഫുള്ളായി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കാണുന്ന ഈ ഒരു സ്പോഞ്ചിൽ ഫുള്ള് മഷിയായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കാർഡിൽ വരകളൊക്കെ ബ്ലാക്ക് ലൈൻസൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പേപ്പറിൻ്റെ പുറകിൽ ഒരു ലൈന് പോലെ ലൈന് വരുന്നത് പ്രധാനമായിട്ടും ഈ ഇങ്ക് ഈ ഒരു ഭാഗത്ത് കയറും, ഈ ഒരു പോയിന്റിൽ കയറും. ഈ ഒരു പോയിന്റിൽ കയറി കഴിഞ്ഞാലാണ് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളെ പ്രിൻ്ററിൽ ഇതിലേക്ക് ഇങ്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഇതിലേക്ക് മഷിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഭാഗമാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു സേഫ്റ്റി പിന്ന് നിർബന്ധമായിട്ടും വേണം. സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് ഇത് എടുക്കാൻ ഏറ്റവും സൗകര്യം. കയ്യിലൊന്നും മഷിയാവാത്ത രീതിയിൽ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സേഫ്റ്റി പിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത്, ഈ ഒരു അറ്റത്താണെച്ചെങ്കിൽ അത്, അല്ലെങ്കിൽ ഇവിടെ ആണെച്ചെങ്കിൽ അത്. അപ്പോൾ ഒരു അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ട് ജസ്റ്റ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ പോരും. ഇങ്ങനെ കയ്യിലിങ്ങനെ പോരും. അപ്പോൾ ഇത് മൊത്തത്തിൽ പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈമാവാതിരിക്കാനാണ് മുട്ടുസൂചി വെച്ചിട്ടുള്ളത്. ഈ ഒരു സാധനം നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പൊന്നും ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. വെള്ളത്തിൽ 2-3 പ്രാവശ്യം മുക്കിയെടുത്താൽ മതി. ആ വെള്ളം ഒഴിവാക്കിയിട്ട് വീണ്ടും മുക്കിയെടുക്കുക. അതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ക്ലോത്ത് പോലുള്ള ഒരു ഭാഗം കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ അടിയിലുള്ള ഒരു ക്ലോത്ത് പോലുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കണം. അത് ആവശ്യമില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് എടുത്ത് ഒഴിവാക്കുക. അത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത് അറ്റത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഒഴിവാക്കുക. അതും ഈ ഒരു സേഫ്റ്റി പിന്നേറ്റ് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പോരും. അപ്പോൾ അത് കണ്ടോ ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേസ്റ്റാണ്, ഇത് ഒഴിവാക്കാം. ഇത് ആവശ്യമില്ല. ഇത് ക്ലീൻ ചെയ്താലൊന്നും റെഡി ആവില്ല. അത് ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഷി കാണാം. അങ്ങനെയാണ് മഷി ഉണ്ടെങ്കിൽ ആ മഷി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം ഉണങ്ങിയൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ക്ലീൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തെ ഇങ്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ആദ്യം ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പറും അതിന് ശേഷം ഉണങ്ങിയൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കളർ പ്യുവർ ബ്ലാക്ക് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തിയാൽ മതി. ഓട്ടോമാറ്റിക് ഇതിൽ വെള്ളമൊക്കെ പോകും. അതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ഇതേപോലെ ജസ്റ്റ് നിവർത്തി വെച്ചാൽ മതി. ഇത് സാധാ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറിൽ ഇതേപോലെ നിവർത്തി വെക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആവും. നേരത്തെ ഇവിടെ ഒരു കട്ടിങ് കണ്ടോ, ഇതേപോലെ കട്ടിങ് ഉള്ള ഭാഗങ്ങളുണ്ട്. ഈ കട്ടിങ് ഉള്ള ഭാഗങ്ങൾ പ്രിൻ്റിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ഏത് ഭാഗത്താണ് ആ കട്ടിങ് വരുന്നത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഈ ഒരു കട്ടിങ് ഉള്ള ഭാഗത്ത് ഇതിവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതേപോലെ കട്ടിങ് ഉള്ള ഭാഗങ്ങളുണ്ട്. അത് നോക്കിയിട്ട് അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഊരുമ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ കട്ടിങ് ഉള്ള ഭാഗത്ത് ഉള്ളിലേക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് ഉള്ള ഭാഗത്തേക്കാണ് ആ ഭാഗം വരേണ്ടത്. അപ്പോൾ ഉൾഭാഗം നമ്മൾ കോട്ടൺ വേസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കോട്ടൺ വേസ്റ്റ് അതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും. ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് തൊട്ടാലൊന്നും മഷി വരില്ല. ആ രീതിയിൽ നമ്മൾ അത്രയും നല്ല ക്ലീനായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ളതൊക്കെ അതിൻ്റെ കളറുകളാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൽ വരിക. ഇനി ഇതിൽ നമ്മൾ സ്പോഞ്ച് വെക്കും. സ്പോഞ്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോക്ക് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിങ് ഉണ്ടാവും, ഇങ്ങനെ ഈ ഒരു ചെറിയ കട്ടിങ്. ഈ കട്ടിങ്ങുള്ള ഭാഗം ഈ ഒരു ഭാഗത്തോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു അറ്റത്ത് ഇവിടെ ഉള്ളിൽ നോക്കിയാൽ ചക്രങ്ങളൊക്കെ കാണാം. ആ ഭാഗത്ത്, അതായത് ഇതിൽ ഗ്രേയും ബ്ലാക്കും ഉള്ള ഭാഗത്ത് ഫസ്റ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത ഭാഗം ഇവിടെ വരുന്നത്
ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെയും നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ ജസ്റ്റ് ഇതിൽ വെച്ചാൽ മതി. ഇതിൽ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളവ് കറക്റ്റാണോ നോക്കുക. അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കാൻ പാകത്തിനാവും. അത് നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു ലോക്ക്, ഇതിൻ്റെ അടിയിലൊരു ലോക്ക് പോലെയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മൾ വിരലുകൊണ്ട് തന്നെ തള്ളാം. കാരണം ഓൾറെഡി ഇതിൽ മഷിയൊക്കെ പോന്നിട്ടുണ്ടാവും, പിന്നെ ഇതിൽ മഷി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോഞ്ചിലും ഇതിൽ മഷി ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് ഉള്ളിൽ തന്നെ ഇതേപോലെ ഓരോന്ന് ലോക്കിൽ തള്ളിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വലുപ്പം ചെറുപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തലപ്പ് അറ്റം മുതൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ എവിടെയാണോ വലിഞ്ഞ ഭാഗങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആവും. എല്ലാ ലോക്കിലിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. ഇപ്പോൾ നമ്മൾ ഫുള്ള് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറ്റത്തിൽ മുതൽ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കയറിയിട്ടുണ്ട്. ഈ ലോക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ലോക്കിൻ്റെ ഉള്ളിൽ അതായത് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇത് കയറേണ്ടത്. ഇവിടെ അത് തന്നെ കയറിയാണ്. അങ്ങനെ ഓരോന്നിലും കറക്റ്റായിട്ട് ഇരിക്കണം. അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ പരിപാടികളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതുമാതിരിക്ക് ഇവിടെ ഒരു ലോക്കുണ്ട്, അവിടെയാണ് ഒരു ഇങ്ങനെ ഒരു ചതുരം പോലുള്ള ഭാഗം കയറുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാം. ഇനി റോളർ ക്ലീനിങ് എന്നുള്ളൊരു ഫംഗ്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ റോളർ ക്ലീനിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. പ്രിൻ്ററിൽ റോളർ ക്ലീനിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റോളർ ക്ലീനിങ് ചെയ്യാൻ ആദ്യം നമ്മൾ ഈ സെറ്റിങ്സിൻ്റെ ബട്ടൺ, അത് എല്ലാ പ്രിൻ്ററിലും സെറ്റിങ്സിൻ്റെ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആരോ മാർക്ക് 1 2 3 പ്രാവശ്യം ഞെക്കിയാൽ മെയിൻ്റനൻസ് വരും. അതിൽ ഓക്കെ അടിക്കുക. അപ്പോൾ നോസിൽ ചെക്കാണ് ഫസ്റ്റ് വരിക. നമുക്ക് ഹെഡൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ശേഷം നെക്സ്റ്റ് അടിച്ചാൽ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, ഹെഡ് അലൈൻമെൻറ്റ് വാല്യൂ, അതിന് ശേഷം റോളർ ക്ലീനിങ്ങിൽ ഓക്കെ പ്രസ് ചെയ്യുക. ഒരു വട്ടം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 പേപ്പറാണ് നമുക്ക് പുറത്തേക്ക് വരിക. അപ്പോൾ ഇതേപോലെ വളരെ വേഗത്തിലാണ് പേപ്പർ വരിക. ഇത് പുറത്തേക്ക് വന്ന പേപ്പർ നിൽക്കാൻ ഇത് പൊന്തിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ 3 പേപ്പർ പുറത്തേക്ക് വരും. വീണ്ടും സ്ക്രീനിൽ റോളർ ക്ലീനിങ് തന്നെ കാണിക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം ഓക്കെ കൊടുക്കണം. ഈ പേപ്പർ തന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ പേപ്പർ പ്രിൻറ്റിങ് നിന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ പേപ്പർ വീണ്ടും ഇതിൽ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പേപ്പർ നിന്നു, അതിന് ശേഷം നമ്മൾ പേപ്പർ തിരിച്ചിട്ട് കൊടുത്തു. ഇതിൽ ഇതേപോലെയുള്ള ചെറിയ ലൈൻസ് നമ്മൾ ഈ പ്രിൻ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇങ്ക് ഇതിൽ വരുന്നതാണ്. അത് നല്ലതാണ്. ക്ലീനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റോളർ ക്ലീനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില റോളർ ക്ലീനിങ്ങിൽ അങ്ങനെ ഇങ്കൊന്നും വരില്ല. എങ്കിൽ അത് റോളർ ക്ലീനിങ് ഒരു 10 15 പ്രാവശ്യം ചെയ്യേണ്ടതാണ്.